ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമമാണ് രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഈ രേണുസുതി കോണ്ടന്റ് ഞാൻ എടുക്കാതിരിക്കുകയാണ്. ഇവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഇവർക്കെതിരെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രേണുസുതിയുടെ ഒരു ഇൻ്റർവ്യൂ, ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് നമുക്ക് സഹതാപം തോന്നിപ്പോകുന്ന രീതിയിൽ ഇവർ വിഡ്ഢിത്തരങ്ങളെ പറയത്തുള്ളൂ, വിവരദോഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കരമായിട്ടൊരു നമുക്കൊരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കിച്ചുവാണ്, വേറൊന്നുമല്ല, കിച്ചുവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ കിച്ചു എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വളർച്ച ഇവരെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കാര്യം ചെയ്യാതെ ആ കുട്ടിക്കെതിരെ ഇത്രയധികം മോശമായിട്ടുള്ള രീതിയിൽ ഇവർ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ആങ്കർ ചോദിക്കുന്നു, കിച്ചുവിനാൽ ഗർഭിണിയായി എന്ന് അങ്ങനെ പറയുന്നുണ്ടല്ലോ, കിച്ചുവിനാൽ ഗർഭിണി ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ഉത്തരം ഞാൻ എന്നാ പറയാനാ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ഇവരൊരു വളർത്തമ്മയാണ്. സത്യം പറഞ്ഞാൽ ഒരു വളർത്തമ്മ എന്ന് പറയുന്ന പോലും നമുക്ക് പറയാനുള്ള യോഗ്യത ഇവർക്കില്ല. അങ്ങനെ ഒരു പേര് പോലും, ഒരു അമ്മ എന്ന് പറയുന്ന ഒരു മഹത്വം, ആ ഒരു കാര്യം ഇവർക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല. കാരണം ഇവർ ഒരു മകനെ കുറിച്ചിട്ട്, വളർത്തു മകനാണെങ്കിലും അത് സ്വന്തം മകൻ എന്ന ആ ഒരു സ്ഥാനം തന്നെയാണ്. ആ മകനോട് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് ആ ഇൻ്റർവ്യൂവിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പറയുന്നു, ഞാൻ ഇത്രയും നാളും 11 വയസ്സ് മുതൽ നോക്കിയ ഒരു കുട്ടി അതെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നിവർ പറയുന്നുണ്ട്. എന്നിട്ട് അതേ വായിൽ ഇവർ പറയുന്നു, ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമമാണ് രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണ്, കൊല്ലട്ടെ എന്നേ കോടതി. തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് പോലും ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധിയും ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ വന്നിട്ട് കുറേ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും. ബ്ലോക്ക് ചെയ്യുന്ന ഒരാൾ എങ്ങനെ വിളിച്ചാൽ എങ്ങനെ കിട്ടും? അവർ കാണാൻ വന്നിരുന്നു, അത് ഇവർ പറയുന്നില്ല. ആ കുട്ടി വിളിച്ചിരുന്നു, അന്നേരമാണ് ഇവർ ബ്ലോക്ക് ചെയ്തത്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയാണ്, ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി വളർത്തിയ ഒരു മകനുണ്ട്. അപ്പോൾ ഇവരുടെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശം ഈ സമൂഹത്തിൽ കിച്ചുവിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക. ഇത്രയും നാൾ നോക്കി വളർത്തിയിട്ട് നന്ദികേട് കാണിച്ച ഒരു ചെറുക്കൻ, ഒരു മകൻ, അല്ല നന്ദിയില്ലാത്ത ഒരാൾ, അങ്ങനെ ഒരു ലേബൽ കിച്ചുവിന് ചാർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവർ ഇത്രയധികം പറയുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഞാൻ പലതും പറഞ്ഞിട്ടില്ല. മതിയല്ലോ, പലതും നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറയാതെ തന്നെ അത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പോലും പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കിച്ചു പരിശുദ്ധാത്മാവാണ്, പുണ്യാത്മാവാണെന്നൊന്നും എവിടെയും പറയുന്നില്ല. കിച്ചു എന്ന് പറയുന്ന കുട്ടി എന്താണെന്ന് അവൻ തന്നെ തുറന്ന് പറഞ്ഞു. എന്ന് കരുതിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് മരണം വരെ ആ പഴി കേൾക്കണോ, ആ ഒരു പേരിൽ ജീവിക്കണോ? ഒരിക്കലുമില്ല. അതിന് പറ്റിയ തെറ്റത് തിരുത്തി ഇപ്പം നല്ല രീതിയിലാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ അത് അംഗീകരിക്കാതെ വീണ്ടും നെഗറ്റീവ് ഇമേജ് കൊണ്ടിടുകയാണ്. നെഗറ്റീവ് ലേബൽ അതിന് വരുത്തി തീർക്കാനാണ്. വളർത്തമ്മയോട് മോശമായിട്ട് പെരുമാറിയ മകൻ, വളർത്തമ്മയെ നോക്കാത്ത മകൻ, ക്യാൻസറായിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത മകൻ എന്നൊക്കെയുള്ള ഒരു ലേബൽ ചാർത്തി കൊടുക്കാനായിട്ട് ഇവർ വ്യക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ രീതിയിലല്ല അവർ പിന്നെ ബിഹേവ് ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു രോഗം വന്നപ്പോൾ തന്നെ നമ്മൾ ഇവരെ ഒഴിവാക്കി, ഇവരുടെ കോണ്ടൻറ്റ് ഒഴിവാക്കി. അതെന്തുകൊണ്ടാണ്? ഇത്രയും മാരകമായിട്ടുള്ളൊരു രോഗം വന്ന് അവർ
അവരെ നമ്മൾ വെറുതെ വിടുക, അവരെന്തും ആയിക്കോട്ടെ, എങ്ങനെയും അവരിനിയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളവരെ വെറുതെ വിട്ടിട്ടുള്ളത്. അവരുടെ ഒരു കാര്യവും ഇനി എടുക്കില്ല. പക്ഷെ അന്നും ഇന്നും പറയുന്നുണ്ട്, കിച്ചുവിനെതിരെ നിങ്ങൾ വന്നാൽ കിച്ചുവിനൊപ്പം, കിച്ചുവിന് വേണ്ടി വീഡിയോ നമ്മൾ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കിച്ചുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കിച്ചുവിനോട് ഞാൻ ഒരു നിമിഷം പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ കിച്ചുവിൻ്റെ പ്രായത്തിലുള്ള മകൻ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ആ കുട്ടീനെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരു അമ്മയുടെ സ്ഥാനം, ആ ഒരു എന്നിലൊരു അമ്മ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു മകൻ്റെ വേദന, വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അമ്മയില്ലാത്ത കുട്ടീനെ ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്ന നിങ്ങളെ എന്താണ് പറയേണ്ടത് അറിയത്തില്ല. ഇത്രയും വലിയൊരു രോഗം വന്നിട്ട് പോലും അത് ഉൾക്കൊണ്ട് ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം വീണ്ടും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സ് നമിച്ചു. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഞാൻ സുധിയെ നോക്കി, സുധിയെയും അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നോക്കി, ഈ കൊല്ലം സുധിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിയത്? ആ മനുഷ്യൻ ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള അത്രയും പേരെ തീറ്റി പോറ്റിയതായിട്ട് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ അയൽപക്കത്തുള്ള ആൾക്കാർ വരെ അത് പറയുന്നുണ്ട്. അയാൾ മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫുൾ ഉത്തരവാദിത്വവും ഫുൾ കാര്യങ്ങളും ഈ ചേച്ചിയും ചേട്ടൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ കൊല്ലം സുധിയാണ് നോക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് പലർക്കും അറിയാം. എന്നിട്ട് പോലും സുധിയെ വരെ ഞാൻ നോക്കി എന്നൊരു രീതിയിൽ വന്നിരുന്ന് സംസാരിക്കാൻ കാണിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സുധിയുടെ വീട്ടുകാർ നിങ്ങൾക്കൊപ്പം ഇപ്പം നിൽക്കാത്തത്? അവർക്കറിയാം, വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ. പക്ഷെ എന്തായാലും ഇനി നിങ്ങൾ എത്രയൊക്കെ നെഗറ്റീവ് ഈ കുട്ടിയുടെ മേലെ പറഞ്ഞാലും, എത്രയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചെന്ന് പറഞ്ഞാലും ലോകം വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണെന്നും കിച്ചു എന്താണെന്നും ഈ ലോകത്തിന് വ്യക്തമായിട്ടറിയാം. പിന്നെ കുറച്ച് കുരുത്തിരുമ്പുകൾ നിങ്ങളുടെ കൂടെ കാണും, ഇതുപോലെയുള്ള ബാഡ് കമൻറ്റുകൾ ഇടാനും കിച്ചുവിനെ തകർക്കാനും നോക്കുന്നവർ. പക്ഷേ എത്രയൊക്കെ നിങ്ങൾ തകർക്കാൻ നോക്കിയിട്ടും ആ കുട്ടി മേലേക്ക് വരികയാണ്. ഇപ്പോൾ കിച്ചു കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അതാണ് ഇപ്പം വൈറലായിട്ടുള്ളത്. കിച്ചു അതിനകത്ത് പറയുന്നുണ്ട്, കിച്ചു ഇനി അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്ഥലം മേടിക്കുക, സ്വന്തമായിട്ട് സ്ഥലം മേടിക്കുക, അതിലൊരു ചെറിയ വീട് വെക്കുക, ആരും ഇറക്കി വിടാത്ത ഒരു വീട് അത് ഉണ്ടാക്കുക, അതും ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അവനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. കാരണം അവൻ്റെ ഒരു മനസ്സ്, അവൻ ഏത് രീതിയിലായിരുന്നു ആ രീതിയിൽ നിന്നും ഇന്നത്തെ ഈ ഒരു രീതിയിലേക്ക് അവൻ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവനിൽ വന്ന മാറ്റം, അപ്പോൾ അവൻ മാറി. ഇനിയും അവനെ തളർത്താതിരിക്കുക, ഈ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അവൻ ജീവിക്കട്ടെ, അവൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ജീവിക്കട്ടെ. നിങ്ങൾക്കും ഇപ്പോൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. അതുമായിട്ട് നിങ്ങളും ജീവിക്കുക. എവിടെയും അവൻ വന്ന് നിങ്ങളെ മെൻഷൻ ചെയ്ത് പറയുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ആ കുട്ടിയുടെ പേര് നിങ്ങൾ വലിച്ചടിക്കുന്നത്? ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസിലും വന്ന് ആ കുട്ടീൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? അറിയില്ല, നാളെ അതിനൊരു ഭാവിയുള്ളതാണ്. അതുപോലും നിങ്ങൾ ഓർക്കുന്നില്ല. ഇനി ആരൊക്കെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടാവും. അപ്പം ആ ഒരു തണൽ മതി ആ കുട്ടിക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.